നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 12-ാം ദിനം. ഇന്ന് മക്കളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ദൈവപുത്രന് പിതാവാകാനും അവന് യേശു എന്ന് പേര് നൽകാനും സ്വർഗം തിരഞ്ഞെടുത്ത വിശുദ്ധ യൗസേപ്പ് പിതാവേ, കുഞ്ഞുങ്ങൾ ഇല്ലാതെ വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ നിർമ്മല ഹൃദയത്തിന് സമർപ്പിക്കുന്നു. പ്രിയ പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ പാലകനെ, നസ്രസിലെ കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റിയ ഉണ്ണിമിശിഹായുടെ അടുത്ത് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദ്യശാസ്ത്രം മക്കളുണ്ടാവുകയില്ല എന്ന് വിധി എഴുതിയവർ, യാതൊരുവിധ ശാരീരിക പ്രശ്നങ്ങളില്ലെങ്കിലും മക്കൾ ജനിക്കാത്തവർ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 127:3. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. മക്കളില്ലാത്ത ദമ്പതികൾക്ക് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തോടെ ആശ്രയിക്കാനുള്ള കൃപ നൽകണമേ. വിശ്വാസത്തിനും ക്രൈസ്തവ ധാർമ്മികതയ്ക്കും നിരക്കാത്ത മാർഗങ്ങളിലൂടെ ഒരു കുഞ്ഞ് എന്ന ആഗ്രഹ സഫലീകരണത്തിനായി ശ്രമിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണയുണ്ടാകാൻ പ്രാർത്ഥിക്കണമേ. നമ്മുടെ നിയോഗങ്ങളെ എല്ലാം യൗസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെ ഓർക്കാം. നമ്മുടെ അറിവിൽ, നമ്മുടെ കുടുംബത്തിൽ ഉള്ള എല്ലാവർക്കും വേണ്ടി അവരുടെ സങ്കടങ്ങളെ യൗസേപ്പ് പിതാവിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ഉണ്ണിമിശിഹ പറ്റിച്ചേർന്ന് കിടന്ന അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ആത്മീയ ബാലകനെ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെ കാഴ്ചവെച്ച് സാധിച്ചു തരണമേ എന്ന് അങ്ങയുടെ നിർമ്മല ഭാര്യ, ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മധ്യസ്ഥതയിൽ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിനും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനും യൗസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിനും നിത്യം സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.